ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്സൈസ് ഡ്രൈവർ എക്സാംസിനൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് ടോപ്പിക്കുകളാണ്. ജോഗ്രഫിയുടെ സെക്ഷൻ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും നമുക്ക് പറഞ്ഞു പോവാം. അപ്പം ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ് ചോദ്യം? സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നദികളുടെ ഭാഗത്ത് നിന്ന് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അതിൽ നദികളിൽ തന്നെ ഇപ്പോൾ വരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ഉപദ്വീപീയ നദികളുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഉപദ്വീപീയ നദികളുടെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്താ? സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി കൃഷ്ണയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, കൃഷ്ണൻ മഹാബലവാനായിരുന്നു, അല്ലെ? മഹാബലേശ്വർ, മഹാബലവാനായ കൃഷ്ണൻ എന്നൊക്കെ നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ കൃഷ്ണ റിവർ ഒറിജിൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? മഹാബലേശ്വരിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ നദികളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഹിമാലയൻ നദികളുമുണ്ട്, ഉപദ്വീപീയൻ നദികളുമുണ്ട്. ഹിമാലയൻ നദികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയത്തിൽ നിന്നും ഒറിജിൻ ചെയ്ത് ഉത്ഭവിച്ച് ഒഴുകുന്ന നദികളെയാണ് നമ്മൾ ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുന്നത്. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, അല്ലെ? സിന്ധു നദി, ഗംഗാ നദി, ബ്രഹ്മപുത്ര നദി തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഉപദ്വീപീയൻ നദികൾ എന്ന് പറയുന്നത് നമ്മുടെ ഉപദ്വീപീയൻ ഭാഗത്തുള്ള ഒഴുകുന്ന പ്രധാനമായിട്ടും ആരവല്ലി മലനിരകളിൽ നിന്നൊക്കെ ഉത്ഭവിച്ചൊഴുകുന്ന നദികളെയാണ് നമ്മൾ പ്രധാനമായിട്ടും, ആരവല്ലിയിൽ നിന്ന് മാത്രമല്ല വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നും ഒക്കെ ഉത്ഭവിച്ചൊഴുകുന്ന നദികളാണ് പ്രധാനമായിട്ടും ഉപദ്വീപീയൻ നദികളിൽ വരുന്നത്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. എന്നാൽ ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി അത് ഗോദാവരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏത് എന്ന് ചോദിച്ചാൽ അത് സിന്ധു നദിയാണ്. ഇവ മൂന്നെണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇന്ത്യയിലെ ആണെങ്കിൽ അത് ഗംഗ, ഇന്ത്യൻ ഉപദ്വീപിലെ ആണെങ്കിൽ അത് ഗോദാവരി. ഇനി ഉപഭൂഖണ്ഡത്തിലെ ആണെങ്കിൽ അത് സിന്ധു. ഈ ഫാക്ട് കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. ഇത് മൂന്നെണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, അപ്പം നദികൾ എവിടെ ഒറിജിൻ ചെയ്തു എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ പല പരീക്ഷകളിലും കാണുന്നതാണ്. സോ ഇത് കൃത്യമായിട്ടും പഠിച്ചു വെക്കണം. മഹാനദി ഉത്ഭവിക്കുന്നത് മൈക്കല നിരകളിലാണ്. മധ്യപ്രദേശിലെ മൈക്കല നിരകളിലാണ് മഹാനദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പോഷക നദികളും കൂടി പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ഇബ്, ടെല്ല് തുടങ്ങിയവയൊക്കെ മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഗോദാവരിയിലോട്ടേക്ക് പോകുമ്പോൾ പശ്ചിമഘട്ടത്തിലാണ് ഉത്ഭവിക്കുന്നത്, അല്ലെ? പശ്ചിമഘട്ടത്തിലാണ് ഗോദാവരിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. ഇന്ദ്രാവതി, ശബരിയൊക്കെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. അടുത്തത് കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദി ഉത്ഭവിക്കുന്നതും പശ്ചിമഘട്ടമാണ്. നമ്മുടെ മഹാബലേശ്വരിൽ നിന്നാണ് നമ്മുടെ കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. കൃഷ്ണ നദിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത് ഭീമ, തുംഗഭദ്ര തുടങ്ങിയ നദികളാണ് കൃഷ്ണ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത്. ഇനി കാവേരി റിവർ നമ്മുടെ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രധാനപ്പെട്ട പോഷക നദികൾ കബനി, അമരാവതി തുടങ്ങിയ നദികളാണ് നമ്മുടെ കാവേരിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് മൈക്കല നിരകളിൽ നിന്നാണ്. ഛത്തീസ്ഗഡ് മൈക്കല നിരകളിൽ നിന്നാണ്. ഹിരൺ, ബഞ്ചനൊക്കെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഇനി താപ്തി റിവറിലേക്ക് വരുമ്പം താപ്തി റിവർ ഉത്ഭവിക്കുന്നത് മുന്തായ് പീഠഭൂമിയിൽ നിന്നാണ്. താപ്തി റിവർ ഒറിജിൻ ചെയ്യുന്നതും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഈ ഒരു ഉപദ്വീപീയൻ നദികളുടെ ഒറിജിൻ എവിടെയാണെന്നൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കിയേ. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു, ഇതിൽ ചേരാത്തത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഏതാണ്? ഇതിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ നോക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ബ്രഹ്മപുത്ര ഘാഗ്ര എന്നതാണ്. ഇത് ചേർത്തില്ല, അല്ലെ? ഇത് തെറ്റാണ്. കാരണം എന്താണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദി അല്ല ഗാഗ്ര എന്ന് പറയുന്നത്. ഗാഗ്ര ആരുടെ പോഷക നദിയാണ്? ഗാഗ്ര റിവർ എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാ നദിയുടെ പോഷക നദിയാണ്. അപ്പം നമ്മുടെ ഈ ഹിമാലയൻ റിവേഴ്സുമായി ബന്ധപ്പെട്ട് ഹിമാലയൻ റിവേഴ്സിലെ പ്രധാനപ്പെട്ട പോഷക നദികളും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ജലം, ജനാബ്, രവി, ബിയ, സത്ലജ്. ജലം,
ചെനാബ്, രവി, ബിയാസ്, സത്ലജ് ആണ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത്. ഇനി ഗംഗാ നദിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത്. യമുന, സോൺ, കോസി, ഗാഗ്ര, ഗണ്ഡക് തുടങ്ങിയവയൊക്കെ ഗംഗാ നദിയുടെ പോഷക നദികളാണ്. ഇനി ബ്രഹ്മപുത്ര നദിയിലേക്ക് വരുമ്പോൾ തീസ്ത റിവർ, മാനസ് റിവർ, അതുപോലെ തന്നെ ലോഹിത്, സുബാൻസിരി തുടങ്ങിയ നദികളൊക്കെ എന്താണ്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ. പ്രാദേശിക ഉത്തര മഹാസമുദ്രത്തിന്റെ വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ഭാഗർ മേഖലകൾ എന്നാണ് ചോദ്യം. അപ്പം ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, ഉത്തര മഹാസമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അതിൽ നിങ്ങൾക്ക് ഈ ഒരു മരുസ്ഥലി എന്ന വാക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിലോട്ടേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ മരുസ്ഥലി എന്ന് പറയുന്നത് മരുഭൂമി പ്രദേശമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ മരുസ്ഥലി ഭാഗർ എന്ന് പറയുന്നത് ഏത് മേഖലയായിരിക്കും എന്ന് ഓപ്ഷൻ നോക്കിയാൽ വേഗം കിട്ടുന്നതാണ് അല്ലെ. മരുഭൂമി പ്രദേശം എന്ന് പറയുമ്പോൾ അത് ഏതാണ്? അത് രാജസ്ഥാൻ സമതലമാണ്. ഓപ്ഷൻ എ രാജസ്ഥാൻ സമതലമാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ത്യയുടെ സമതലങ്ങളെ ഒന്ന് നോക്കാം. ഇന്ത്യൻ മഹാസമതലം എന്ന് പറയുന്നത് ഈ ഒരു ഓറഞ്ച് കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. അതായത് ഹിമാലയൻ റിവേഴ്സ് എന്ത് ചെയ്യുന്നു? ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച നദികൾ മുകളിൽ നിന്ന് ഉത്ഭവിച്ച താഴേക്ക് ഒഴുകി വരികയും ഈ ഒഴുകി വരുന്ന റിവേഴ്സ് എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തായിട്ട് അവരുടെ അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടായിരിക്കുന്ന സമതലങ്ങളാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് അല്ലെങ്കിൽ ഉത്തര മഹാസമതലങ്ങൾ എന്ന് പറയുന്നത്. ഈ ഉത്തര മഹാസമതലങ്ങളെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. രാജസ്ഥാൻ പ്ലെയിൻ എന്നും അതുപോലെ തന്നെ നമ്മുടെ ഗംഗാ പ്ലെയിൻ എന്നും അതുപോലെ തന്നെ ആസം പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവയെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യാറുണ്ടെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ ഒരു പ്ലെയിൻസും ഇപ്പൊ പറഞ്ഞ ഈ സമതലങ്ങളെ നമുക്ക് നദികളുടെ അടിസ്ഥാനത്തിലും കൂടി നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും. നോക്കിക്കോ, പഞ്ചാബ് ഹരിയാന സമതലം ഈ ഒരു ഭാഗം പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത് ഏതൊക്കെ നദികൾ ചേർന്ന് രൂപീകരിച്ചതാണ്? സിന്ധു നദിയും അതിന്റെ പോഷക നദികളും കൂടി ചേർന്നിട്ട് രൂപീകരിച്ചതാണ് പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ ആണ്, SCRT ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു പോവുക. അടുത്തത് രാജസ്ഥാനിലെ മരുസ്ഥാലി ബാഗർ സമതലങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. രാജസ്ഥാനിലെ മരുസ്ഥാലി ബാഗർ സമതലങ്ങൾ എന്ന് പറയുന്നത് അതുണ്ടാക്കിയിരിക്കുന്നത് ലൂണി റിവർ, സരസ്വതി നദികൾ തുടങ്ങി ലൂണി നദി, സരസ്വതി നദി തുടങ്ങിയ നദികൾ ചേർന്നിട്ടാണ് രാജസ്ഥാനിലെ മരുസ്ഥാലി ബാഗർ സമതലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് ഗംഗാ സമതലമാണ്. ഗംഗാ സമതലം എന്ന് പറയുന്നത് ഈ ഒരു മേഖലയാണ് ഗംഗാ സമതലം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗംഗാ സമതലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഗംഗാ സമതലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ആസമിലെ ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ ആസമിലെ സമതലം, ഇത് ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത് ആ ഒരു മേഖലയാണ്. ആ ഒരു മേഖല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രഹ്മപുത്ര നദിയും അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളും കൂടി ചേർന്നിട്ടാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ബാബർ, ടെറൈ, ബാങ്ങർ, ഖാദർ തുടങ്ങിയ വാക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഒരു ടേംസുകളെ പരിചയപ്പെടണം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഹിമാലയാസ് ഉണ്ട് ഇവിടെ. ഹിമാലയാസിൽ നിന്നും ഒഴുകി വരുന്ന നദികൾ, നമ്മൾ ഒരു നദി ഒരു ഹില്ലിൽ നിന്നും ഒഴുകി വരുമ്പം ശക്തിയിലായിരിക്കും അതിന്റെ പ്രാരംഭഘട്ടത്തിൽ, യങ്ങർ സ്റ്റേജിൽ ശക്തിയിലായിരിക്കും വരിക. സോ ഈ ശക്തിയിൽ വരുന്ന നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? നദികൾ ഒഴുകുന്നതിന്റെ ഒപ്പം അതിന്റെ കൂടെ ചെറിയ ചെറിയ പെബിൾസും സ്റ്റോൺസും റോക്സും കല്ലുകളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഈ കൊണ്ടുവരുന്ന കല്ലുകൾ നദികൾ ആദ്യത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ഘട്ടത്തിൽ ഈ ഒഴുകുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിടുന്നു. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കിലോമീറ്ററുകളോളം ഈ കല്ലുകളും ചരലുകളും മണ്ണും പാറക്കഷ്ണങ്ങളും ഒക്കെ പെബിൾസും സ്റ്റോൺസും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് കിലോമീറ്ററുകളോളം ഇട്ടിരിക്കുന്ന ആ പ്രദേശത്തിനെയാണ് നമ്മൾ ബാബർ റീജിയൻ എന്ന് പറയുന്നത്. ഈ ബാബർ റീജിയന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള കല്ലുകൾക്ക് പൊറോസിറ്റി കൂടുതലായിരിക്കും. പൊറോസിറ്റി കൂടാന്ന് വെച്ചാൽ അതിന് വെള്ളത്തിനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി, പൊറോസിറ്റി വളരെ കൂടുതലാണ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് നമ്മുടെ നദികൾ എന്താകുന്നു? നദികൾ ഡിസപ്പിയർഡ് ആകുന്നു, അപ്രത്യക്ഷമാകുന്നു. ഓക്കെ, ഡിസപ്പിയർഡ് ആകുന്നു. അങ്ങനെ ഡിസപ്പിയർഡ് ആവാനുള്ള കാരണം ഇതിന് പൊറോസിറ്റി കൂടുതലായതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ നദികൾ വീണ്ടും മുന്നോട്ടേക്ക് ഒഴുകുമ്പോൾ വീണ്ടും ഫൈൻ ആയിട്ടുള്ള സെഡിമെന്റ്സും മറ്റു കാര്യങ്ങളും ഡെപ്പോസിറ്റ് ചെയ്ത് ഇവിടെ ഏകദേശം
ഒരു ലാൻഡ് ഫോം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ടെറൈ റീജിയൻ എന്ന് പറയുന്നത്. ടെറൈ റീജിയന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതലും ചതുപ്പ് നിലങ്ങളാണ്. അതായത് വളരെ ക്ലേ ആയിട്ടുള്ള മാർഷി ആയിട്ടുള്ള സോയിലാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മാർഷി ആയിട്ടുള്ള സോയിലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ പ്ലാന്റ്സിനൊക്കെ വളരാനുള്ള കൂടുതൽ ശേഷിയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട്, തിക്ക് ഫോറസ്റ്റുകൾ നമുക്ക് എവിടെ കാണാൻ വേണ്ടി സാധിക്കും? വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റുകൾ ഈ ഒരു ടെറൈ റീജിയനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ വെച്ചിട്ട് നമ്മുടെ നദികൾ ബാബർ റീജിയനിൽ ഡിസപ്പിയർ ആയിട്ടുള്ള നദികൾ ടെറൈ റീജിയനിലോട്ടേക്ക് എത്തുമ്പോൾ എന്താകുന്നു? അപ്പിയർ ആകുന്നു, പ്രത്യക്ഷപ്പെടുന്നു. ഇനി വീണ്ടും നമ്മുടെ നദികൾ ഒഴുകുകയും ഇങ്ങനെ ഒഴുകുന്ന നദികൾ പിന്നീട് എന്ത് ചെയ്യുന്നു? അലൂവിയൽ സോയിൽസ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ അലൂവിയൽ സോയിൽസ് ഡെപ്പോസിറ്റ് ചെയ്ത് ഈ അലൂവിയൽ സോയിൽസ് ഓൾഡ് ആകുമ്പോൾ ഓൾഡ് അലൂവിയൽ സോയിലിന്റെ ഡെപ്പോസിഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാങ്ങർ എന്ന് വിളിക്കുന്നത്. ബാങ്ങർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡ് അലൂവിയൽ സോയിൽ ഡെപ്പോസിഷൻ ആണ്. അതായത് അലൂവിയൽ പഴയ എക്കൽ മണ്ണിന്റെ നിക്ഷേപണത്തിനെയാണ് നമ്മൾ ബാങ്ങർ എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മുടെ റിവർ ബെഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നദികൾ പുതിയ അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഘാദർ എന്ന് വിളിക്കുന്നു. അപ്പം ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 4 ടേംസും കൂടി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് പഠിച്ചു വെക്കുന്നതിന്റെ ഒപ്പം തന്നെ പഠിച്ചു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേമുകളും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക്, അതായത് വടക്ക് നിന്ന് തെക്കോട്ട് എന്ന രീതിയിൽ ശരിയായി ക്രമീകരിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ നോക്കിയേ. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ എഴുതുക. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമുക്ക് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലവും അതുപോലെ തന്നെ കിഴക്കൻ തീരസമതലവും ഒന്ന് ചെക്ക് ചെയ്യാം. ഇതും ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ ആണ്. ഈ ടേബിൾസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത് റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് 2 തീരസമതലങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് പടിഞ്ഞാറൻ തീരസമതലം, മറ്റൊന്ന് കിഴക്കൻ തീരസമതലം. ഈ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് നമ്മുടെ അറബിക്കടലിനും അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലങ്ങളാണ് ഏതെന്ന് പറയുന്നത്? പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൂർവ്വ തീരം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിനും അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ 2 തീരങ്ങളിൽ ഏത് തീരത്തിനാണ് വീതി കൂടുതൽ, ഏത് തീരത്തിനാണ് വീതി കുറവ് എന്ന് പഠിക്കണം. ഏത് തീരത്തിനാണ് വീതി കുറവ്? വെസ്റ്റേൺ തീരസമതലത്തിനാണ് വീതി കുറവ്. എന്നാൽ ഈസ്റ്റേൺ തീരസമതലത്തിന്, അതായത് കിഴക്കൻ തീരസമതലത്തിന് താരതമ്യേന എന്താണ്? വീതി കൂടുതലാണ്. ഇനി അഴിമുഖങ്ങൾ കാണപ്പെടുന്നത്, കൂടുതലും കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്? അത് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലങ്ങളിലാണ് അഴിമുഖങ്ങൾ കാണപ്പെടുന്നത്. കിഴക്കൻ തീരസമതലങ്ങളിൽ കാണുന്നത് എന്താണ്? ഡെൽറ്റാസ് ആണ്. അപ്പൊ ഡെൽറ്റാസ് കാണുന്നത് എവിടെയാണ്? കിഴക്കൻ തീരസമതലങ്ങളിലും. എസ്റ്റുറീസ് അല്ലെങ്കിൽ അഴിമുഖങ്ങൾ കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലങ്ങളിലും ആണെന്ന് ഓർക്കുക. ഇനി ഇതിന്റെ ഡിവിഷൻ നിങ്ങളൊന്ന് പഠിക്കണം. ഡിവിഷൻ നോക്കിക്കേ. കിഴക്കൻ തീരസമതലത്തേക്ക് പോകുമ്പോൾ മുകളിൽ ഉത്കൽ കോസ്റ്റ് തൊട്ടിട്ട് താഴെ കൊറോമാണ്ടൽ കോസ്റ്റ് വരെ, ഉത്കൽ കോസ്റ്റ്, ആന്ധ്ര കോസ്റ്റ്, കൊറോമാണ്ടൽ കോസ്റ്റ് എന്നിങ്ങനെ ആണ് എന്ത് തിരിച്ചിരിക്കുന്നത്? നമ്മുടെ കിഴക്കൻ തീരസമതലത്തിന് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ ഉത്കൽ കോസ്റ്റ് അല്ലെങ്കിൽ നോർത്തേൺ സിർക്കാർ എന്നും പറയാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് അടിയിലുള്ളത് ഏറ്റവും താഴെയായിട്ടുള്ളത് കൊറോമാൻഡൽ കോസ്റ്റ് ആണ്. ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കൊങ്കൺ കോസ്റ്റ്, ഈ കൊങ്കൺ കോസ്റ്റിന് മുകളിലായിട്ട് കത്തിയാവാർ കോസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും മുകളിൽ കത്തിയാവാർ കോസ്റ്റ് ഉണ്ട്, അതിന് താഴെ കൊങ്കൺ കോസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ മലബാർ കോസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കോസ്റ്റുകളെ പ്രധാനമായിട്ടും തിരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു കോസ്റ്റുകളുടെ ഈ ഒരു തീരപ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട ഡിവിഷൻസ് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം പടിഞ്ഞാറൻ തീരസമതലാണെങ്കിൽ മുകളിൽ ഗുജറാത്ത് തൊട്ടിട്ട് താഴത്തെ മലബാർ തീരം വരെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കൊറോമാണ്ടൽ കോസ്റ്റ് ഉള്ളത് പൂർവ്വ തീരത്തിലാണ്, മലബാർ കോസ്റ്റ് ഉള്ളത് എവിടെയാണ്? അത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. അപ്പോൾ ഈ ഒരു ഡിവിഷൻസും ഈ ഒരു ടേബിളും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത് എന്നാണ് ചോദ്യം. നമ്മുടെ സ്റ്റേറ്റും ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മുടെ പല സ്റ്റേറ്റുകളും കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് അതിന്റെ ക്യാപിറ്റൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയല്ലാത്ത ജോഡി ഏത് എന്നാണ് ചോദ്യം. ഇതിലിപ്പോൾ ശരിയല്ലാത്ത ജോഡി ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്. ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് എന്നുള്ളതാണ് അവിടെ
തെറ്റായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടും സ്റ്റേറ്റുകളും സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽസും കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. ആന്ധ്രാപ്രദേശിന്റെ ഏതാണ്? അമരാവതിയാണ്. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ കറക്റ്റ് ആണ്. ബീഹാർ പാറ്റ്ന കറക്റ്റ് ആണ്. മിസോറാം എയ്സാവാൾ എന്നുള്ളതും കറക്റ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റുകളും സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽസും കൃത്യമായി തന്നെ ഒന്ന് പഠിച്ചു വെക്കണം ഏതൊക്കെയാണെന്ന്. ഇപ്പൊ അറിയില്ലാത്തവർക്ക് വേണ്ടി പെട്ടെന്നൊന്ന് പറയാം. ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഷിംലയാണ്. അതുപോലെ തന്നെ പഞ്ചാബിനും ഹരിയാനയ്ക്കും കോമൺ ആയിട്ടുള്ള ക്യാപിറ്റൽ ആണുള്ളത്. അത് ഏതാണ്? അത് ചണ്ഡീഗഡ് ആണ്. അപ്പൊ ഈ ഷിംല ഓർത്ത് വെക്കാൻ എന്താ ഒരു എളുപ്പ വഴി പറയാൻ പറ്റുക? ഹിമ സ്ലിം ആയി നോർത്താൽ മതി. അപ്പൊ ഹിമാചൽ പ്രദേശ് ഷിംല എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഇനി ഉത്തരാഖണ്ഡില് ഡെറാഡൂൺ ആണ് ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. ഉത്തർപ്രദേശ് ലക്നൗ. അപ്പം UP-കാർക്കൊക്കെ വളരെ ലക്കാണെന്ന് ഓർത്താൽ മതി. ഉത്തർപ്രദേശുകാർക്കൊക്കെ വളരെ ലക്കാണെന്ന് ഓർത്താൽ മതി. അപ്പം ഉത്തർപ്രദേശ് ലക്നൗ. ബീഹാറിന്റെ ക്യാപിറ്റൽ പാട്നയാണ്. അപ്പൊ ബീഹാറിൽ ഭയങ്കര പട്ടിണിയാണ് എന്ന് ഓർത്താൽ നിങ്ങൾക്ക് ബീഹാർ പാട്ന എന്നുള്ളത് കിട്ടും. ബീഹാറിൽ വളരെ പട്ടിണി എന്ന് ഓർത്താൽ മതി. അപ്പൊ ബീഹാർ പാട്ന നിങ്ങൾക്ക് കിട്ടും. സിക്കുകാരൊക്കെ വളരെ ഗ്യാങ് ആയിട്ടാണ് വരുന്നത്. സോ സിക്കിം ഗ്യാങ്ടോക്ക് എന്ന് ഓർത്താൽ മതി. സിക്കിം ഗ്യാങ്ടോക്ക് എന്ന് ഓർത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സിക്കിമിനെ കിട്ടും. ഇനി അടുത്തത് ആസമാണ്. ആസമിന്റെ ക്യാപിറ്റൽ ദിസ്പൂരാണ് ആസമിന്റെ ക്യാപിറ്റൽ. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഇറ്റാനഗറാണ് അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ. നാഗാലാൻഡിന്റെ ക്യാപിറ്റൽ കൊഹിമയാണ്. അപ്പൊ നിങ്ങൾ ഒരു പിക്ചർ ഓർത്താൽ മതി. അതായത് നാഗത്തെ കൊത്തി തിന്നുന്ന കോഴി, പാമ്പിനെ കൊത്തി തിന്നുന്ന കോഴിയുടെ ഒരു ഇമേജ് ഓർത്താൽ മതി. അപ്പം നാഗാലാൻഡ് കൊഹിമ. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടും. നാഗത്തിനെ കൊത്തി തിന്നുന്ന കോഴി. അപ്പം നാഗാലാൻഡ് കൊഹിമ എന്നുള്ളത് കിട്ടും. മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഇംഫാലാണ് മണിപ്പൂരിന്റെ ക്യാപിറ്റൽ. മിസോറാമിന്റെ ക്യാപിറ്റൽ എയ്സോവാൾ ആണ്. മിസോറാം എന്ന് പറയുമ്പോൾ നമ്മൾ സെഡിന് ഒരു കട്ടി കൊടുക്കില്ലേ? മിസോറാം എന്ന് പറയില്ലേ? എന്ന് പറഞ്ഞതുപോലെ അതിന്റെ ക്യാപിറ്റലിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു ഇച്ചിരി ഒരു കട്ടി കൊടുക്കുന്നു. സോ മിസോറാമിന്റെ ക്യാപിറ്റൽ എയ്സോവാൾ എന്ന് ഓർക്കുക. അടുത്തത് മേഘാലയയാണ്. മേഘങ്ങളൊക്കെ വളരെ ഷെല്ല് പോലെയല്ലേ മേഘങ്ങൾ ഇരിക്കുന്നത്. സോ മേഘാലയയുടെ ക്യാപിറ്റൽ ഷില്ലോങ് ആണ്. ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തലയാണ്. വെസ്റ്റ് ബംഗാളിന്റെ ക്യാപിറ്റൽ എല്ലാവർക്കും അറിയാം ഏതാണ്? കൊൽക്കത്തയാണ്. ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചിയാണ്. പരുന്തൊക്കെ റാഞ്ചും. അപ്പൊ പരുന്ത് ഒരു ജാറ് റാഞ്ചി കൊണ്ട് പോകുന്നത് പോലെ അങ്ങ് സങ്കല്പിക്കുക. അപ്പൊ ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചിയാണ്. ഓക്കെ. അടുത്തത് ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ റായ്പൂരാണ്. ഒഡീഷയുടെ ക്യാപിറ്റൽ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഒഡീഷയുടെ ക്യാപിറ്റൽ ഭുവനേശ്വറാണ് ഒഡീഷയുടെ ക്യാപിറ്റൽ. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ഭോപ്പാൽ. ദുരന്തമോർത്താൽ എല്ലാവർക്കും കിട്ടും. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ഭോപ്പാലാണ് മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ മുംബൈ ആണ്. തെലങ്കാനയുടെ ക്യാപിറ്റൽ ഹൈദരാബാദ് ആണ്. ആന്ധ്രാപ്രദേശ് നമ്മൾ പഠിച്ചു അമരാവതി. അടുത്തത് കർണാടക എല്ലാവർക്കും അറിയാലോ. ബാംഗ്ലൂരാണ് കർണാടകയുടെ ക്യാപിറ്റൽ. തമിഴ്നാടിന്റെ ക്യാപിറ്റൽ ഏതാണ്? തമിഴ്നാടിന്റെ ക്യാപിറ്റൽ ചെന്നൈ ആണ്. കേരളത്തിന്റെ ക്യാപിറ്റൽ തിരുവനന്തപുരമാണ്. ഗുജറാത്തിന്റെ ക്യാപിറ്റൽ ഗാന്ധിനഗറാണ്. ഗാന്ധി എവിടെയാണ് ജനിച്ചത്? ഗാന്ധി ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. അപ്പം ഗാന്ധിയുടെ നഗരം ഗുജറാത്ത് എന്ന് ഓർത്താൽ മതി. അപ്പൊ ഗുജറാത്ത് ഗാന്ധി നഗറാണ് ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. രാജസ്ഥാന്റെ ക്യാപിറ്റൽ ജയ്പൂരാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽസ് ആർക്കെങ്കിലും അറിയില്ലാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകുക. എന്തെങ്കിലുമൊക്കെ കീവേഡ് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചു പോയാൽ മതിയാകും. അറിയില്ലെങ്കിൽ അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിക്കേ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ചോദ്യത്തിൽ ഏതാണ്? ഇതിപ്പോ നമ്മുടെ ഇന്ത്യയുടെ ബൗണ്ടറീസും നെയ്ബർ സ്റ്റേറ്റ്സും ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ബേസിക് ചോദ്യങ്ങൾ നിരന്തരമായിട്ട് PSC ചോദിക്കാറുണ്ട്. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ഹരിയാന എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് കുറച്ച് അതിർത്തി രേഖകൾ ഒന്ന് പഠിച്ചു പോകാം. ഇവിടെ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്ന അതിർത്തി രേഖകൾ നിങ്ങൾ നോക്കി. ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഒരു ബൗണ്ടറി ലൈനാണ് ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ ഇത് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ബൗണ്ടറി ലൈൻ എന്നും പറയാറുണ്ട്. ശരിക്കും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ്. ഇനി അടുത്തതാണ് മക്മോഹൻ ലൈൻ എന്ന് പറഞ്ഞാൽ ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് മക്മോഹൻ ലൈൻ എന്ന് പറയുന്നത്. റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ബൗണ്ടറി ലൈനാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് ലൈൻ ഓഫ് കൺട്രോളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളുമാണ്. ഈ രണ്ട് രേഖകളും ഇന്റർനാഷണലി അംഗീകരിച്ചിട്ടില്ല, റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല.
ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യാത്ത മിലിറ്ററി ഡിമാർക്കേഷൻ ലൈനാണ് LOCയും LAC എന്ന് പറയുന്നത്. LOC എന്ന് വെച്ചാൽ ലൈൻ ഓഫ് കൺട്രോൾ. ലൈൻ ഓഫ് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള മിലിറ്ററി ഡിമാർക്കേഷൻ ലൈനാണ്. നമ്മുടെ ജമ്മു കാശ്മീർ ലഡാക്ക് ഭാഗത്തുള്ള മിലിറ്ററി ഡിമാർക്കേഷൻ ലൈനാണ് LOC അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നതും ഇതുപോലത്തെ മിലിറ്ററി ഡിമാർക്കേഷൻ ലൈനാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ളത്. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ കൂട്ടത്തിലൊന്ന് പഠിച്ചു പോവുക. ഇനി നമുക്ക് അടുത്തൊരു ബേസിക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. PSC റിപ്പീറ്റഡ് ആയിട്ട് കേരള ജിയോഗ്രഫിയുടെ ഭാഗത്തു നിന്നും ചോദിക്കാറുള്ളത് ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ കുറച്ച് ദേശീയ ഉദ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ദേശീയ ഉദ്യാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ? ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് കമന്റ് ചെയ്യണം. ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ A 2 and 3 എന്നുള്ളതാണ്. രണ്ടാമത്തതും മൂന്നാമത്തതുമാണ് ഇവിടെ ശരിയായിട്ട് ഉള്ളത്. രണ്ടാമത്തതും മൂന്നാമത്തതുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ദേശീയ ഉദ്യാനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റുകളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഇരവികുളം നാഷണൽ പാർക്ക് എവിടെയാണ്? ഇടുക്കിയിലാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് എവിടെയാണ്? നമ്മുടെ പാലക്കാടാണ്. ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല ഇതൊക്കെ എവിടെയാണ്? ഇതെല്ലാം ഇടുക്കിയിലാണ് അല്ലേ. അപ്പം അതെന്ത് ചെയ്യണം, അത് നിങ്ങൾ ഇതുപോലത്തുള്ള നാഷണൽ പാർക്കുകളെ നിങ്ങൾ കൃത്യമായിട്ടും തന്നെ പഠിച്ചു പോകണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു കേരള ജിയോഗ്രഫിയുടെ ഭാഗത്തു നിന്നൊക്കെ ഇതുപോലുള്ള നാഷണൽ പാർക്കുകളിലെ ചോദ്യങ്ങളും അതുപോലെ തന്നെ നദികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒക്കെയാണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ജിയോഗ്രഫിയുടെ സെക്ഷനിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നതെന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും ഉള്ളതിൻ്റെ ഒരു ഔട്ട്ലുക്കാണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അതായത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും വന്നേക്കുന്നത്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, സ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഡിവിഷൻസ്. ഫിസിക്കൽ ഡിവിഷനിൽ തന്നെ എല്ലാ ഫിസിക്കൽ ഡിവിഷൻസിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഹിമാലയത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മുടെ പീഠഭൂമികളുടെ കാര്യങ്ങളിൽ നിന്നാണെങ്കിലും തീരപ്രദേശങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഉത്തര മഹാസമുദ്രത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നദികളുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഓരോ ഭൂപ്രകൃതിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ നദികളെ പറ്റിയിട്ടും കൃത്യമായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജിയോഗ്രഫിയുടെ സെക്ഷനിൽ നിന്ന് ഉറപ്പായിട്ടും മാർക്ക് കിട്ടും. കേരള ജിയോഗ്രഫിയിലേക്ക് വരുമ്പം അവിടെ കൂടുതലും ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ടതും നദികളുമായി ബന്ധപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. സോ ആ ഒരു സെക്ഷൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ജിയോഗ്രഫി എന്നുള്ള സെക്ഷനെ നിങ്ങൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ രീതിയിൽ ഒന്ന് പഠിച്ചു നോക്കുക. ഒരു ചോദ്യം ആൻസർ ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളും കൂടി പഠിച്ചു പോവുക. അങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താകും, ഈ ഒരു ഏരിയ നല്ല സെറ്റായിട്ട് കയ്യിൽ കിട്ടും. പിന്നെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. SCERT ടെക്സ്റ്റ് ബുക്കുകൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പം ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ടേബിളൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എടുത്തേക്കുന്ന ടേബിൾസ് ആണ്. സോ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ നിങ്ങൾക്ക് ആ ടേബിൾസ് തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പോയിന്റ്സുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്, ഏതൊക്കെ ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. PSC പരീക്ഷകൾക്ക് ഏതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ CCPSC ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോവുക. കൃത്യമായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ എക്സൈസ് ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ നമ്മുടെ പഠനത്തിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കൂട്ടി സിസ്റ്റമാറ്റിക്കായി പഠിച്ച് വേണം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ സിസ്റ്റമാറ്റിക്കായി പഠിച്ച് നല്ല കോൺഫിഡൻസോട് കൂടി പോയാൽ നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പഠനത്തിന്റെ സ്പീഡൊക്കെ ഒന്ന് കൂട്ടി നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കായിട്ട് CC ഒരു പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ മോഡൽ എക്സാംസും ലൈവ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സിന്റെ PDF നോട്ടുകളും PYQ ഡിസ്കഷൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ആപ്പ് ഉണ്ട്, കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്നുള്ള ആപ്പ് ഉണ്ട്. ഈ ഒരു ആപ്പ് നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ
എൻറോൾ ചെയ്താൽ നിങ്ങൾക്ക് അവിടെയും കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്